പ്രിയപ്പെട്ട കുട്ടികളെ, കഥയുടെ 47-ാം ദിവസത്തിലേക്ക് സ്വാഗതം. കഥയുടെ പേര് ലാളിത്യത്തിലൂടെ വിജയത്തിലേക്ക്. ലണ്ടനിൽ വട്ടമേശ സമ്മേളനം നടക്കുകയാണ്. സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് പ്രതിനിധി സംഘം അവിടെ എത്തിയിരുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ശക്തമായി അവകാശവാദം ഉന്നയിക്കുകയായിരുന്നു അവരുടെ ദൗത്യം. ഗാന്ധിജി എത്തിയപ്പോൾ ലണ്ടനിൽ കൊടും തണുപ്പായിരുന്നു. കമ്പിളി ധരിക്കാതെ ഒരാളും പുറത്തിറങ്ങിയിരുന്നില്ല. കോട്ടും ഓവർകോട്ടുമൊക്കെ അണിഞ്ഞാണ് ആളുകൾ തണുപ്പിൽ നിന്നും രക്ഷ നേടിയിരുന്നത്. എന്നാൽ ഗാന്ധിജി തൻ്റെ പതിവ് ഖാദി വസ്ത്രങ്ങൾ മാത്രം ധരിച്ചാണ് അവിടെ താമസിച്ചത്. ചെറിയൊരു പായയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ കിടപ്പ്. ബാപ്പുജി, താങ്കളുടെ ലളിതമായ രീതികളൊന്നും ഇവിടെ വിജയിക്കില്ല. താങ്കൾ മാറിയേ പറ്റൂ, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി നിർബന്ധിച്ചു. ഗാന്ധിജിക്ക് വേണ്ടി തണുപ്പ് കയറാത്ത മുറിയും വിഭവസമൃദ്ധമായ ആഹാരവുമെല്ലാം അദ്ദേഹം സജ്ജമാക്കിയിരുന്നു. പക്ഷേ അദ്ദേഹം അതൊന്നും തന്നെ സ്വീകരിച്ചില്ല. ഞാനിവിടെ വന്നത് സുഖിച്ച് ജീവിക്കാനല്ല, എൻ്റെ ജന്മനാടിൻ്റെ സ്വാതന്ത്ര്യം ആവശ്യപ്പെടാനാണ്. എത്ര നിർബന്ധിച്ചിട്ടും അവിടുത്തെ സൗകര്യങ്ങൾ സ്വീകരിക്കാൻ ഗാന്ധിജി തയ്യാറായില്ല. ലാളിത്യം അദ്ദേഹത്തിൻ്റെ ആദർശമായിരുന്നു. മറ്റൊരു കഥ കേൾക്കൂ. കഥയുടെ പേര് സായിപ്പിൻ്റെ പൊട്ടക്കവിത. ഗാന്ധിജി കപ്പലിൽ ലണ്ടനിലേക്ക് പോവുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ക്യാബിനിൽ ഒരു വെള്ളക്കാരനും ഉണ്ടായിരുന്നു. ഗാന്ധിജിയോടും ഇന്ത്യൻ ജനതയോടും തീരെ താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു സായിപ്പ്. ഇന്ത്യക്കാരെക്കുറിച്ചും അവരുടെ ആചാരങ്ങളെക്കുറിച്ചും അയാൾ സഹയാത്രികരോട് മോശമായ ഭാഷയിൽ സംസാരിച്ചു. ഇതെല്ലാം ഗാന്ധിജി കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷേ യാതൊരു അനിഷ്ടവും അദ്ദേഹവും കാണിച്ചില്ല. പേ വാക്കിന് പൊട്ട ചെവി എന്ന മട്ടിൽ എല്ലാം കേട്ട് മൗനിയായിരുന്നു. ഗാന്ധിജി മിണ്ടാതിരിക്കുന്നത് കണ്ടപ്പോൾ സായിപ്പിന് ആവേശം കൂടി. അയാൾ ഗാന്ധിജിയെയും ഭാരതീയരെയും ഹീനമായ ഭാഷയിൽ ആക്ഷേപിച്ചുകൊണ്ട് 5-6 പേജുള്ള ഒരു നീണ്ട കവിത തട്ടിക്കൂട്ടിയുണ്ടാക്കി മഹാത്മാവിൻ്റെ കയ്യിൽ കൊടുത്തു. ഇതൊന്ന് വായിച്ചു നോക്കൂ. ഇതിൽ നിന്ന് വിലപ്പെട്ട പലതും താങ്കൾക്ക് കിട്ടും. തന്നെ ആക്ഷേപിക്കാനാണ് സായിപ്പിൻ്റെ നീക്കമെന്ന് ഗാന്ധിജിക്ക് മനസ്സിലായി. അദ്ദേഹം എന്തു ചെയ്തെന്നോ? ആ കവിത വാങ്ങി മറിച്ചു നോക്കിയിട്ട് കടലാസുകൾ കൂട്ടിക്കുത്തിയിരുന്ന മൊട്ടുസൂചി അതിൽ നിന്ന് ഊരിയെടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇതിൽ നിന്ന് വിലപിടിപ്പുള്ളത് ഞാൻ എടുത്തിരിക്കുന്നു. ബാക്കി താങ്കൾ തന്നെ കയ്യിൽ വച്ചോളൂ. സായിപ്പിന് ആ സൂചി തൻ്റെ ഹൃദയത്തിൽ തറച്ചതുപോലെ തോന്നി. അയാൾ കവിത തിരിച്ചു വാങ്ങാൻ കൂട്ടാക്കിയില്ല. ഒട്ടും താമസിച്ചില്ല. ഗാന്ധിജി അത് പിച്ചി ചീന്തി കടലിലേക്ക് വലിച്ചെറിഞ്ഞു. മക്കളെ, ഇതുപോലെ നമുക്ക് നേരെ വരുന്ന പല ആരോപണങ്ങളും അടിസ്ഥാനമില്ലാത്തതാണെങ്കിൽ ചിരിച്ചുകൊണ്ട് തള്ളിക്കളയാൻ നമുക്ക് കഴിയണം. അല്ലെങ്കിൽ മുന്നോട്ടുള്ള ജീവിതം നമുക്ക് പ്രയാസമുണ്ടാക്കും. എല്ലാ ഭാരങ്ങളും, അനാവശ്യമായ ഭാരങ്ങളൊക്കെ നമ്മളുടെ മനസ്സിലെടുത്തു വെച്ചാൽ നമുക്ക് നല്ല ചിന്തകളോടെ മുന്നോട്ട് ജീവിക്കുവാൻ പ്രയാസമുണ്ടാവും. മക്കളെ, ഈ കഥ ഇന്നിവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.